ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. പ്രധാനമന്ത്രി ഇന്നും ബീഹാറിലാണല്ലോ അല്ലേ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് നിരവധി വാർത്തകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ്. ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന പ്രധാന കേസുകളിലൊന്ന് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഒമർ ഖാലിദ്, ഷർജിൽ ഇമാം അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ഡൽഹി പോലീസ് ഇവരുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കലാപം നടക്കുന്ന ഘട്ടത്തിൽ താൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് ഒമർ ഖാലിദ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ ഇന്ന് ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്ന മറ്റൊരു കേസ് തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസാണ്. ഈ കേസിൽ നോട്ടീസിന് മറുപടി നൽകാതിരുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച്. എന്നാൽ കേരളത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി ആയിരിക്കും ഇന്ന് കോടതിയിൽ ഹാജരാകുക. ABC ചട്ടങ്ങൾ പാലിക്കപ്പെട്ടു എന്നാണ് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഡൽഹിയിൽ വായുമലിനീകരണം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ നിരവധി മാപിനികളിൽ 400-ന് മുകളിൽ, അതായത് ഗുരുതര വിഭാഗത്തിൽ തന്നെയാണ് വായുമലിനീകരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങളും കൂടുതൽ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും ഇന്ന് ഡൽഹിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അന്വേഷ് ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹി റീജിയനിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.